മ്യാൻമറിൽ തടവിലാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഓങ് സാങ് സ്യൂചിയുടെ രാഷ്ട്രീയ പാർട്ടിയെ പിരിച്ചുവിടാനൊരുങ്ങി സൈന്യം. സ്യൂചിയുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി പാർട്ടിയടക്കം നിരവധി പാർട്ടികളാണ് പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നത്. മാർച്ച് 28-ന് മുൻപായി കർശന നിബന്ധനകൾ പാലിച്ചുള്ള പുനർ രജിസ്ട്രേഷൻ നടത്താൻ എല്ലാ പാർട്ടികളും തയ്യാറാകണമെന്നാണ് മ്യാൻമർ സൈന്യത്തിന്റെ ഉത്തരവ്. പുതുതായി ഏർപ്പെടുത്തിയ കർശന നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള പുനർ രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്ക് രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വിധേയമാകണമെന്നാണ് മ്യാൻമർ സൈന്യം ഉത്തരവിട്ടിരിക്കുന്നത്. നിശ്ചിത എണ്ണം ഓഫീസുകളുടെ രേഖകൾ, ഔദ്യോഗിക അംഗങ്ങളുടെ പട്ടിക എന്നിവ കൃത്യമായി ഹാജരാക്കിയാൽ മാത്രമാകും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സൈന്യം അംഗീകാരം നൽകുക. രാജ്യത്ത് രാഷ്ട്രീയ അസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മിക്ക പാർട്ടികൾക്കും ഈ കടുത്ത നിബന്ധനകൾ പാലിക്കാൻ സാധിക്കില്ലെന്നാണ് റിപ്പോർട്ട്. പ്രതിപക്ഷ ശബ്ദം ഇല്ലാതാക്കാനും പ്രതിപക്ഷ കക്ഷികളെ പിരിച്ചുവിടാനുമുള്ള സൈന്യത്തിന്റെ ഗൂഢതന്ത്രമാണിതെന്ന ആരോപണവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ പാർട്ടികളുടെ സ്വത്തുവകകൾ ഏറ്റെടുക്കാനുള്ള നീക്കമാണ് സൈന്യം നടത്തുന്നതെന്നും ആരോപണമുണ്ട്. തങ്ങൾ വൻ വിജയം സ്വന്തമാക്കിയ 2020-ലെ തെരഞ്ഞെടുപ്പ് അകാരണമായി റദ്ദാക്കിയതിനാൽ പുതിയ രജിസ്ട്രേഷൻ നടപടികളുമായി സഹകരിക്കില്ലെന്ന നിലപാടിലാണ് സ്യൂചിയുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി പാർട്ടി. തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം 3 മാസം മാത്രമാണ് NLDക്ക് ഭരണത്തിൽ തുടരാനായത്. സൈന്യത്തിന്റെ അട്ടിമറിക്കൊടുവിൽ സ്യൂചി വീണ്ടും തടവിലാവുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.